ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പാതിരാത്രിക്ക് എങ്ങോട്ടാണ് പോണേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മാളിലോട്ടാണ് കേട്ടോ. അവിടെ എത്തി ഞങ്ങൾ നേരെ കയറി നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ സാധാരണ ഉള്ള പോലെ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവിടെ ഡേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു ഡേറ്റ്സിനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓടിച്ചിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. വലിയ കാര്യങ്ങളൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവിടം വരെ എത്തിയിട്ട് ലുലുവിൽ കയറാണ്ട് പോകണത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങളിത് അവിടുത്തെ സാധന സാമഗ്രികളെല്ലാം ഒന്ന് നോക്കി. പിന്നെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വീഡിയോഗ്രാഫി ഫോട്ടോ ഒന്നും അവിടെ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് എടുത്തില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എവിടെ പോയാലും ഈ സ്ഥലം ഞാൻ മിസ്സാക്കാറില്ല കേട്ടോ. നമ്മുടെ പെർഫ്യൂമിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടുത്തെ സാമ്പിൾസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരണത് എന്തോ വലിയ മിസ്സിങ് ആയ പോലെയാണ്. അതേത് മോൾസിൽ പോയാലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോയിട്ടാണ്. വലിയ വീക്കെൻഡായിട്ടും സൺഡേ ആയിട്ട് പോലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും മോൾസിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഞങ്ങൾ വെറുതെ താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലണ്ടൻ ബസ് പോകുന്നുണ്ട്. പിയ്യൻകുട്ടി അതിൽ കയറണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ കയറ്റാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് വിട്ടുപോയി മനസ്സിൽ നിന്ന്. പിന്നെ അവിടെ കുറേ പേര് കിടന്ന് മസാജൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറും ഞങ്ങൾ വെറുതെ ഒന്ന് പോയി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പോയത് തേർഡ് ഫ്ലോറിലോട്ടാണ് കേട്ടോ. തേർഡ് ഫ്ലോർ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഫുഡ് കോർട്ടിൻ്റെ ഏരിയ ആണ്. അവിടെ എവിടെ ആളില്ലെങ്കിലും ഇവിടെ നല്ല തിരക്കായിരിക്കും. എന്ത് ചെന്നാലും ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ എല്ലാ സ്ഥലത്തും പോയി ഞങ്ങൾ അന്വേഷിച്ചിട്ട് എന്തിട്ടൊക്കെ ഫുഡ് കഴിക്കാനുള്ള എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് അവസാനം ഞങ്ങൾ എന്താ കഴിക്കാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കൻ ചോപ്സ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ എന്താ പറയുക ഈ അമേരിക്കൻ ചോപ്സ് ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയണത് ബ്രോഷറിൽ 210 സംതിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, വലിയ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഒരെണ്ണം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഒരെണ്ണം ഓർഡറൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അതേ സമയമൊക്കെ എടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചിക്കൻ വേണോ വെജ് വേണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ചിക്കൻ മതി എന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സംഭവം എത്തിയിട്ടോ. ഞാൻ വിചാരിച്ചത്ര എന്താ പറയുക, കാണാനും വലിയ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു സൺസൈഡ് അപ്പൊക്കെ മുകളിൽ വെച്ച് തന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഹാഫ് കുക്കഡ് നമ്മൾ കഴിക്കത്തേ ഇല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷേ എന്തായാലും ഓർഡർ ചെയ്തു. പിന്നെ ഇത് കഴിക്കേണ്ട ഒരു രീതി ഇങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ സംഭവം എങ്ങനെയുണ്ട് നോക്കാൻ പോവാണ്. അപ്പോൾ സത്യം പറയാലോ, ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എൻ്റെ എല്ലാ കിളിയും പോയി. കാരണം നമ്മൾ ഉദ്ദേശിച്ചത്ര യമ്മി ആയിരുന്നില്ല സംഭവം. കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രൈഡ് നൂഡിൽസും നമ്മൾ എന്താ പറയുക, ഒരു ചിക്കൻ്റെ ഫ്ലേവർ എന്ന് പറയാനായിട്ട് അവിടെ ഇവിടെയും നമ്മുടെ ചിക്കൻ നൂഡിൽസിലുള്ള പോലത്തെ ചിക്കൻ പോലും ഉണ്ടായിരുന്നില്ല. ചിക്കന് അവർ അറൗണ്ട് ഒരു 300 ആണ്, അതായത് 294 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കില്ലായിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ കട ലെവൽ മിൽക്ക് കണ്ടത്. എന്നാൽ പിന്നെ അതും കൂടി ഓർഡർ ചെയ്താക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ജലദോഷം പനിയൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ നമ്മൾ അതൊന്നും കഴിക്കാണ്ടിരിക്കില്ല. അങ്ങനെ അത് വാങ്ങിച്ച് അതും ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് അതും ഫ്ലോപ്പാന്ന് മനസ്സിലായത്. കാരണം വെറും പച്ചപ്പാലിൽ കുറച്ച് അവലും കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് തന്നാണ് ഗൈസ്. അതും പക്ക ഫ്ലോപ്പായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫ്ലോപ്പായിട്ടാണ് നടന്നത് കേട്ടോ. ചില ദിവസങ്ങൾ നമ്മുടെ അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടിക്ക് പിന്നെ തണുത്തത് എന്തായാലും കൊടുത്ത് അവൻ കഴിക്കും. പിന്നെ അങ്ങനെ കുറച്ച് അവൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അതെല്ലാം എങ്ങനെയെങ്കിലും തീർത്താൽ മതിയെന്നായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ച് കളഞ്ഞിട്ട് പോരണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിക്കൊടുത്ത് അതൊക്കെ അങ്ങ് തീർത്തു കേട്ടോ.
അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഫുഡ് കോർട്ടിൻ്റെ ബാക്കിൽ കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട്, ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വേണമെങ്കിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ കുറേ പേരൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ വന്നിരുന്നത് ജസ്റ്റ് ഇങ്ങനെ താഴത്തോട്ട് നോക്കി കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കില്ലേ നമ്മൾ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, കുറേ പേര് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കാരണം അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് പീസ്ഫുള്ളായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ചായ കുടിക്കാൻ തോന്നിയത്. കാരണം ഇതെല്ലാം കഴിച്ച് എനിക്ക് എന്തോ പോലെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഫുഡ് കോർട്ടിലൊരു ടീ കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ടീ വാങ്ങിച്ച് നമുക്ക് പുറത്ത് വന്നിരുന്ന് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ. പക്ഷേ അപ്പോഴത്തേക്ക് ആ കടയൊക്കെ ക്ലോസ് ചെയ്തു. ഏകദേശം ഒരു 10-11 മണിയാകുമ്പോഴേക്കും അവിടുത്തെ കടകളൊക്കെ ക്ലോസ് ചെയ്തു കേട്ടോ. ഞങ്ങളൊരു 11 മണി ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കടയൊക്കെ അടച്ച സ്ഥിതിക്ക് ഇനി അധികം നേരം അവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാളിൽ ആരുമില്ല, കുറച്ച് പേരുള്ളൂ കേട്ടോ. എന്തോരം വലിയത്തെ മാളാണ്, പക്ഷെ ആരും അങ്ങോട്ട് വരണില്ല എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ വന്ന് പോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വരുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഒരു മൂന്നാമത്തെ വട്ടമാണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോണത്. പക്ഷേ ലുലുവിൽ തിരക്കുണ്ടാവും, ഫുഡ് കോർട്ടിൽ തിരക്കുണ്ടാവും, അല്ലാണ്ട് വേറെ തിരക്കും കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടാണ്. മോളിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനുള്ള ത്വര അവിടെ നിന്ന് തീർക്കാമെന്ന് വെച്ച് ഞങ്ങളിതേ അവിടെ നിന്ന് ചായ കുടിച്ചു കേട്ടോ. എന്തോ ഒരു സുഖം ചായ കുടിച്ചു, ഭയങ്കര സ്ട്രോങ് ചായ ആയിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ സ്ട്രോങ് ചായയാണ് ഇഷ്ടം. അപ്പോൾ ആ ചായ കുടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.